നമസ്കാരം. പൊറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബംഗാളും ബീഹാറും കഴിഞ്ഞാൽ രാജ്യത്ത് തന്നെ 5ാം സ്ഥാനത്ത് വരും സീറ്റ് എണ്ണത്തിൽ തമിഴ്നാട്. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും ബംഗാളിലും ബി.ജെ.പി പരാജയം നേരിട്ടതുപോലെ തമിഴ്നാട്ടിലും വിജയക്കൊടി നാട്ടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നില്ല. നരേന്ദ്രമോദി നേരിട്ടെത്തി തമിഴ്നാട്ടിൽ പ്രചരണം നടത്തിയിട്ടും തോൽവി തന്നെയായിരുന്നു ഫലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കേറ്റ തിരിച്ചടിയുടെ ചൂടാറും മുൻപെയാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. കലാപമുണ്ടാക്കി മാത്രമേ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് അടിത്തറയുണ്ടാക്കാൻ കഴിയൂ എന്ന പ്രസ്താവനയുമായി ഹിന്ദുമക്കൾ പാർട്ടി നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കലാപ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുമക്കൾ പാർട്ടിയുടെ ഉപമേധാവി ഉദയാറാണ് അറസ്റ്റിലായത്. തിരുനെൽവേലി ബി.ജെ.പി അധ്യക്ഷൻ തമിഴ് സെൽവിനുമായി സംസാരിച്ചെന്ന് ആരോപിച്ച് നടത്തിയ വിവാദ പ്രസ്താവനയുടെ ഓഡിയോ വൈറലായിരുന്നു. അവർക്ക് വോട്ട് വാങ്ങാൻ കഴിയുമോ അതോ ആരെയെങ്കിലും തല്ലാൻ ധൈര്യപ്പെടുമോ? കലാപത്തിന് പ്രേരിപ്പിച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് ഇവിടെ കാലുകുത്താൻ കഴിയൂ. ഇതായിരുന്നു ഉദയാർ ഓഡിയോയിൽ പറഞ്ഞിരുന്നത്. ഓഡിയോ വൈറലായതോടെ ഉദയാറിനെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യുകയും ജൂൺ 25 വരെ ജുഡീഷ്യൽ റിമാൻഡിൽ വെച്ചിരിക്കുകയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി റോബർട്ട് ബ്രൂസിനോട് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി.ജെ.പി കനത്ത തിരിച്ചടി നേരിട്ടതോടെ നിരാശാജനകമായിരുന്നു തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ പ്രകടനം. അതിനിടെയാണ് ഇത്തരമൊരു സംഭവം ഉടലെടുക്കുന്നത്. കലാപമുണ്ടാക്കി തന്നെയാണ് ഇതിനു മുൻപും ബി.ജെ.പി പല സ്ഥലങ്ങളിലും അടിത്തറ ഉണ്ടാക്കിയെടുത്തത് എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം. ഇതോടുകൂടി ബി.ജെ.പിയെ വെറുക്കാൻ അവരായിട്ടൊരു അവസരം കൂടി ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് സത്യം.